in Wayanad, there's a lot of man-animal conflict. വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട്. And people get killed by tigers, by elephants. കടുവകളും ആനകളും ഒക്കെ കാട്ടാനകളും ആനകളും ഒരുപാട് മനുഷ്യരെ അവിടെ കൊല്ലുന്നുണ്ട്. You can go there and say, yes, we are going to fight man-animal conflict. അവിടെ പോയി വയനാട്ടിൽ പോയി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ ഞങ്ങൾ പൊരുതാൻ പോവുകയാണെന്ന് പറയാൻ സാധിക്കും. And you can give a speech about some smart idea about how you're going to do it. നിങ്ങൾക്ക് അത് മാത്രമല്ല, അവിടെ പോയി ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതിനെ എന്നെക്കുറിച്ച് വളരെ മികച്ച ഒരു പ്രസംഗം അവിടെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. Or you can go to Wayanad and you can feel what the children of the man who died felt. പക്ഷെ അതിനു പകരം അതേസമയം നിങ്ങൾക്ക് വയനാട്ടിൽ പോയി അവിടെ പോയി ആ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അത് അനുഭവിക്കാനും സാധിക്കും. You can feel the fear that the person must have felt when the tiger suddenly came in front of him. ആ കടുവ പെട്ടെന്ന് തന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചു നോക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും. You can feel that when the tiger was killing him, he was thinking, who's going to look after my children? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ആ കടുവ ആ മനുഷ്യനെ കൊന്നപ്പോൾ ആ മനുഷ്യൻ ആലോചിക്കുകയായിരുന്നിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത്, അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക. So true politics is not about what you say or what you think. It is about your ability to feel what people are feeling. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കുന്നതുമല്ല, അതിലുപരിയായി മനുഷ്യരുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് സ്വയം അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവിലൂടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. And if you want to feel what other people are feeling, you have to curtail your greed, your anger, your own fear. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, അവർ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അത്യാഗ്രഹം, നിങ്ങളുടെ ദേഷ്യം, ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. If you want to feel what a farmer is feeling, you have to kill your ambition. You have to kill what you think he can give you. ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അത്യുന്നതിക്കുള്ള ഉത്കർഷേച്ഛയെ നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ സാധിക്കണം. So now with little bit of experience, whenever a politician comes to me, young Congress politicians come to me, I listen to what they say, I listen to how well they say it, but I'm looking actually about whether they feel for other human beings. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും. പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. And it's very easy to see. അത് കാണാൻ വളരെ എളുപ്പമാണ്. Somebody is giving you long lecture on economic theory. ചിലർ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ പ്രഭാഷണങ്ങൾ നിങ്ങളോട് നടത്തും. And you're sitting at a restaurant having lunch with him. നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ കുറിച്ച് അദ്ദേഹം വലിയ പ്രഭാഷണം നടത്തുന്നത്. And the waiter serves him. ആ സമയത്ത് ഹോട്ടലിലെ വെയിറ്റർ വന്നിട്ട് ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്ന സമയമാണ്. And he's rude to the waiter. I understand everything I have to understand. പക്ഷെ ഈ സാമ്പത്തിക പ്രഭാഷണത്തെക്കുറിച്ച്, സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആള് ഈ വെയിറ്ററിനോട് മര്യാദയോടെ അല്ല പെരുമാറുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാകും.